കൃഷിയിൽ ഇറങ്ങിയിട്ട് അരനൂറ്റാണ്ട് കഴിയുന്നു. ലാഭം മാത്രമല്ല നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. വിളനാശവും വിലയിടവും ഒക്കെ വിഷമിച്ചിട്ടുണ്ട്. എങ്കിലും ആത്യന്തികമായി ലാഭകരം തന്നെ കൃഷി. വിളങ്ങി നിൽക്കുന്ന നെൽപ്പാടത്തിനരികെ നിന്ന് പാലക്കാട് ജില്ലയിലെ പെരുവെമ്പിലുള്ള സമ്മിശ്ര കർഷക രാജകാന്തം പറയുന്നു. ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്നാണ് 50 വർഷം മുൻപ് രാജകാന്തം കുടുംബ കൃഷി ഏറ്റെടുക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഗർഭം ധരിച്ചിരുന്ന കാലത്തായിരുന്നു ഭർത്താവിന്റെ അകാല വിയോഗം. കൃഷി മാത്രമായിരുന്നു കുടുംബത്തിന്റെ വരുമാന മാർഗം. കൃഷി എന്നാൽ അന്ന് പാലക്കാട്ടുകാർക്ക് നെൽകൃഷിയാണ്. രാജകാന്തത്തിന്റെ കുടുംബത്തിനും പാരമ്പര്യമായി ഉണ്ടായിരുന്നത് നെൽകൃഷി തന്നെ. കുടുംബ സ്വത്തായ 15 ഏക്കർ വയൽ കൃഷി ഭർത്താവാണ് നോക്കി നടത്തിയിരുന്നത്. കൃഷി തുടരാതെ ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് ബോധ്യമായതോടെ രാജകാന്തം കൃഷിക്ക് മുന്നിട്ടിറങ്ങി. പിൽക്കാലത്ത് മകൻ ഘോഷ് വളർന്ന് പഠിച്ച് വിദേശത്ത് പോയിട്ടും രാജകാന്തം കൃഷി വിട്ടില്ല. മാത്രമല്ല നെല്ലിനൊപ്പം തെങ്ങും റബ്ബറും ഫലവൃക്ഷങ്ങളും മത്സ്യകൃഷിയും ഉൾപ്പെടെ വൈവിധ്യമാർന്ന വിളകളിലേക്ക് കൃഷി വളർത്തുകയും ചെയ്തു. മറ്റു കർഷകരെ പോലെ വിലയിടിവിന്റെ പേരിൽ റബ്ബറിനെ പഴിക്കുന്നില്ല, ഉപേക്ഷിക്കുന്നുമില്ല രാജകാന്തം. 10 ഏക്കർ വരുന്ന റബ്ബർ തോട്ടം കാര്യമായി പരിപാലിക്കുന്നുമുണ്ട്. വില ഉയർന്നു നിന്ന കാലത്തുണ്ടായിരുന്നത്ര ലാഭമില്ലെങ്കിലും മോശമല്ലാത്ത സ്ഥിര വരുമാനം ഇപ്പോഴും റബ്ബറിൽ നിന്നുണ്ടെന്ന് രാജകാന്തം പറയുന്നു. പെരുവേമ്പിൽ നിന്നും റബ്ബർ കൃഷി കുറവാണ്. 25 വർഷം മുൻപ് റബ്ബർ കൃഷി, അതും ഒറ്റയടിക്ക് 10 ഏക്കറിൽ തുടങ്ങുമ്പോൾ മറ്റു കൃഷിക്കാർക്കെല്ലാം കൗതുകമായിരുന്നുവെന്ന് രാജകാന്തം പറയുന്നു. ചൂടുകൂടിയ പാലക്കാടൻ കാലാവസ്ഥയിൽ റബ്ബർ നല്ല ഉൽപാദനം നൽകുമോ എന്നായിരുന്നു പലർക്കും സംശയം. എന്നാൽ രാജകാന്തത്തിന് തീരെ ആശങ്കയില്ലായിരുന്നു. പാലക്കാട് കുടിയേറ്റ കർഷകർ ഏറെയുള്ള കിഴക്കഞ്ചേരി പ്രദേശത്ത് ജനിച്ചു വളർന്ന രാജകാന്തം അവിടെ തന്നെ ചെറുപ്പം മുതൽ തന്നെ റബ്ബർ കൃഷി കണ്ട് പരിചയിച്ചിരുന്നു. ആ ധൈര്യത്തിലാണ് ആകെയുള്ള 15 ഏക്കറിൽ 10 ഏക്കർ റബ്ബറിനായി മാറ്റുന്നത്. ആ തീരുമാനം തെറ്റായില്ലെന്നാണ് രാജകാന്തത്തിന്റെ പക്ഷം. റബ്ബറിൽ പുതിയ ഇനങ്ങൾക്ക് പകരം കാലങ്ങളായി മികവ് തെളിയിച്ച 105 ഇനമാണ് തിരഞ്ഞെടുത്തത്. പ്രതികൂല കാലാവസ്ഥയും രോഗ കീടബാധകളെയും ഒക്കെ ചെറുക്കാനുള്ള കഴിവും സ്ഥിരതയുള്ള ഉൽപാദനവും പാലിന്റെ കൊഴുപ്പുമൊക്കെയാണ് ഈ ഇനം തിരഞ്ഞെടുക്കാൻ കാരണം. നട്ട് 7 വർഷം എത്തിയതോടെ ടാപ്പിംഗ് തുടങ്ങി. 10 ഏക്കറിൽ ടാപ്പ് ചെയ്യുന്ന 1600 മരങ്ങൾ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ടാപ്പിംഗ്. 800 മരങ്ങൾ വീതമുള്ള 2 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും ടാപ്പ് ചെയ്യുന്നു. മുൻപ് ഷീറ്റായാണ് വിറ്റിരുന്നതെങ്കിൽ ഇപ്പോൾ ലാറ്റക്സ് ആയാണ് വിൽപ്പന. 1.5 ലക്ഷം രൂപയിലേറെ വരും പ്രതിമാസ വിറ്റുവരവ്. വെട്ടുകൂലി ഉൾപ്പെടെയുള്ള ചെലവ് കിഴിവ് മാസം 1.25 ലക്ഷത്തോളം രൂപ ലാഭം. അതായത് ഏക്കറിന് മാസം ശരാശരി 12,500 രൂപ ലാഭം. വില ഉയർന്നും ചെലവ് താഴ്ന്നും നിന്ന കാലത്തെ അപേക്ഷിച്ച് കുറഞ്ഞ ലാഭമെന്നും പറയേണ്ടി വരും. എന്നാൽ ഇതത്ര മോശം തുകയായി കാണാനാവില്ല. ആകർഷകമായ ലാഭമില്ലെങ്കിലും ഉള്ളത് സ്ഥിരമായി നൽകുന്നു എന്നത് റബ്ബറിന്റെ മാത്രം നേട്ടമെന്ന് രാജകാന്തം പറയുന്നു. 1-2 ഏക്കർ റബ്ബർ കൃഷി ഉള്ളപ്പോൾ സ്വന്തമായി ടാപ്പ് ചെയ്യുന്ന പക്ഷം നേട്ടം കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റബ്ബറിനോടുള്ള പരിഗണന തെല്ലും കുറയ്ക്കാൻ രാജകാന്തം ഒരുക്കമല്ല. അധ്വാനത്തിനനുസരിച്ചുള്ള നേട്ടമില്ലെങ്കിലും 3 ഏക്കറിലുള്ള നെല്ലും രാജകാന്തത്തിന്റെ ഇഷ്ടവിള തന്നെ. ആണ്ടിൽ 2 കൃഷി മുടങ്ങാതെ നടത്തുന്നു. നെല്ലിൽ വേറിട്ട ഇനങ്ങൾ പരീക്ഷിക്കുന്നു. ഉൽപാദനക്കുറവും വിലയിടവുമെല്ലാം ചെറുക്കാൻ വഴി അതുമാത്രമാണ്. വിദേശത്തും നാട്ടിലുമായി ദീർഘകാലം ജോലി ചെയ്ത മകൻ ഘോഷ് ഇന്ന് അമ്മയ്ക്കൊപ്പം മുഴുവൻ സമയം കർഷകനാണ്. കൃഷി പാരമ്പര്യമായി കൈമാറിയെത്തുന്ന ജീവിത രീതിയാണെന്നും അതിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ലെന്നും അമ്മയും മകനും ഒരേ ആവേശത്തോടെ പറയുന്നു.